ആഴങ്ങളിൽ. കടൽ മക്കളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് അൽഫോൺസ് ജോസഫ്. ആലപ്പുഴ ജില്ലയിലെ പറവൂരിൽ താമസക്കാരനാക്കിയ അൽഫോൺസ് നല്ലൊരു മത്സ്യത്തൊഴിലാളിയാണ്. വിദേശത്തും നാട്ടിലും മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. നല്ലൊരു വിശ്വാസി കൂടിയായ ഇദ്ദേഹം നിരവധി അനുഭവങ്ങൾക്ക് ഉടമയാണ്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സു തുറക്കുന്നു അൽഫോൺസ് ജോസഫ്. നമസ്കാരം, എൻ്റെ പേര് അൽഫോൺസ് ജോസഫ് എന്നാണ്. ഞാൻ ആലപ്പുഴ പറവൂരാണ് താമസിക്കുന്നത്. ഞാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ്. കൊല്ലം നീണ്ടകര സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഞാൻ 10 വരെ പഠിച്ചിരുന്നത്. ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ തന്തയ്ക്ക്, മത്സ്യത്തൊഴിലാളിയായ എൻ്റെ തന്തയ്ക്ക് ഞാനൊരു സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് തന്ത പറഞ്ഞ് എനിക്കൊന്ന് സഹായിക്കാൻ വേറെ ആരുമില്ല. ഞങ്ങൾ 5 ആൺമക്കളാണ്, 2 പെണ്ണുമാണ്. ഈ പെൺമക്കളുടെ ഇടയിൽ എനിക്ക് ഇവരെല്ലാം നീക്കി കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല മോനെ. അതുകൊണ്ട് എനിക്ക് കടലിൽ പോകാനുള്ള സഹായം മോൻ എനിക്ക് വരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അപ്പൻ്റെ കൂടെ കടലിൽ പോകാൻ ഞാൻ തയ്യാറായി. അതിൻ്റെ പുറകെ ഞാൻ എല്ലാ കടലിൽ തന്നെ കംപ്ലീറ്റ് ബോട്ടുകളിലും വള്ളത്തിലും പണിക്ക് പോകാനുള്ള ആരംഭമായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവത്തിനോട് ഒത്തിരിയേറെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ തണലിലും ദൈവത്തിൻ്റെ ആശ്രയത്തിലാണ് എൻ്റെ ജീവിതം തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് വിദേശത്ത് പോകുവാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉന്നമായി ദൈവം എനിക്ക് വിടുതല പ്രാപിച്ച് വിദേശത്ത് പോകുവാൻ ഞാൻ ഒമാനിൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഞാൻ ബോട്ടയിലാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കടലും അറബ് കടലും എല്ലാം സെയിം തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അറബി പറഞ്ഞ് വലയടക്കാൻ അറിയാമോ, മീൻ പിടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ച് എനിക്ക് രണ്ടും അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ കടലിൽ സഞ്ചരിച്ച് മീൻ പിടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ എന്നെ അവർ സമ്മതിച്ച് നീ കടലിൽ ഒരു പണിക്കാരനാണെന്ന്. വല കെട്ടി അടച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ, നീ മത്സ്യബന്ധനത്തിന് അർഹതപ്പെട്ടവനാണ് എന്ന് എന്നോട് അവിടെ തന്നെ 6 ഇയർ 6 വർഷത്തെ കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞും വെച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന് വീണ്ടും അവിടെ ഞാൻ മീൻ പിടിച്ച് കൊടുത്തല്ലോ, അപ്പം നമ്മൾ കൊല്ലത്തുനിന്ന് ഒരു ബോട്ട് സ്വന്തമായിട്ട് എടുത്ത് പണിക്ക് പോകാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഒരു ബോട്ട് എടുത്തു. അങ്ങനെ അതുകൊണ്ട് ഞാൻ 6 മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് ഞാൻ തന്നെ ആ ബോട്ട് ഓടിച്ച് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. പണിക്ക് പോവുകയും വരികയും കുറഞ്ഞ വരുമാനം കിട്ടുകയും അതിലേറെ നഷ്ടം വരികയും ചെയ്തു. അങ്ങനെ എത്രയ്ക്കും വലിയ കടലുകൾ വന്നാലും ആ ആഴക്കടൽ കഴിഞ്ഞ് ദൈവം തമ്പുരാനെ മുറുക്കെ പിടിച്ച് ഞാൻ കടന്നു കയറി ചെമ്മീനും മീനും പിടിച്ചുകൊണ്ട് വന്ന് കരയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് 8 വർഷക്കാലം അതുകൊണ്ട് നടന്ന് എനിക്ക് നേട്ടങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാനത് കൊടുത്തു. ചെറുപ്പകാലത്തിൽ എനിക്ക് വിവരം പൂർത്തിയായി ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു കുരിശടി ഉണ്ടായിരുന്നു. അവിടെ ഒരു നടത്തിക്കാനുള്ള ഒരു പ്രായമുള്ള ഒരു സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾ ചെറുപ്പകാലത്ത് എല്ലാവരെയും വിളിച്ച് ആ കുരിശടി കയറ്റി സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ദൈവകാര്യങ്ങൾ ഞങ്ങളോട് പറയുവാനും ആ വയസ്സ് തൊട്ട് ആ പ്രായം തൊട്ട് ഞാൻ അത്ര ദൈവത്തോട് ഞാൻ അങ്ങ് കയറിപ്പറ്റി എന്ത് ചെയ്താലും ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൂട്ടി പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ജീവിത ചരിത്രമാണ്. ഞാൻ സൗദി അറേബ്യയിൽ 13 വർഷക്കാലം ജോലി ചെയ്ത് അവിടെ നിന്ന് 20 ലക്ഷം രൂപയും 40 പവൻ്റെ സ്വർണവും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ വന്നപ്പോൾ എന്നോട് എൻ്റെ സഹപാഠികൾ പറഞ്ഞ് ഇനിയും വിദേശത്തൊന്നും പോകണ്ട, ഇവിടെ വലിയൊരു വള്ളം വെക്കുകയാണെങ്കിൽ നിങ്ങൾ കോടീശ്വരനാകാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നോട് ബ്രെയിൻ വാഷ് ചെയ്തായിരുന്നു. 2006 ഈ സംഭവം നടക്കുന്നത്. ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ അത്രയ്ക്കും പൈസ ഒന്നുമില്ല, കുറഞ്ഞ പൈസയുള്ളൂ, എനിക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങളെല്ലാവരും കൂടി സഹായിക്കാം എന്ന് അവർ ബ്രെയിൻ വാഷ് ചെയ്തു. എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കൂടി ഇരുന്ന് സഹായിക്കാം
ആ പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ഒരുങ്ങി എൻ്റെ 20 ലക്ഷം രൂപയും NRI-ക്കകത്തിരുന്ന പൈസയും എടുത്ത് ബാക്കി 28 ലക്ഷം രൂപ കടം വാങ്ങിച്ച് 55 ലക്ഷം മുടക്കി ഒരു വലിയ ഒരു ലൈലൻഡ് വള്ളം വെച്ചായിരുന്നു. അതിൽ പണിക്ക് പോകുന്നത് തൊഴിലാളികൾ തന്നെ 60 പേരാണ് അതിനകത്ത് പണിക്ക് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് 9 മാസം കൊണ്ടുപോയപ്പോൾ എനിക്ക് നഷ്ടമല്ലാതെ ലാഭങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് വേദനിച്ച് ഇത് ഇനി മുമ്പോട്ട് കൊണ്ടുപോയാൽ പറ്റത്തില്ലല്ലോ, ഇതെങ്ങനെയെങ്കിലും ഇത് കൊടുക്കണമല്ലോ, എൻ്റെ കടബാധ്യത എങ്ങനെയാണ് ഞാൻ തീർക്കേണ്ടത് എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിനടുക്ക് പ്രാർത്ഥിച്ച് ഉടനെ ഒരു വ്യക്തി പറഞ്ഞത്, അൽഫോൺസെ, ഡിവൈനിൽ ധ്യാനം കൂടിയാൽ ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ചത്തേക്ക് ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടി വരുമ്പോൾ ഇവിടെ എൻ്റെ വല വേറെ ഇരുന്ന് വള്ളം വേറെ ഇരുന്ന് എനിക്ക് കാവലായിട്ട് ഒരു ജീവികളും എൻ്റെ കൂടെയില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. എൻ്റെ പിതാവേ എന്നെ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഉരുകി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് വള്ളം വാങ്ങിക്കാൻ വേണ്ടി ഒരു വ്യക്തി വന്ന് 33 ലക്ഷത്തിൻ്റെ വള്ളത്തെ 23 ലക്ഷത്തിനാണ് അവൻ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറെ നഷ്ടമാണ്, എനിക്ക് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ വേദനയോട് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാനത് 23 ലക്ഷത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വള്ളം കൊടുത്ത് 23 ലക്ഷം വാങ്ങിച്ച് വീണ്ടും വലയുണ്ടായിരുന്നു. അത് 19 ലക്ഷത്തിൻ്റെ വലയായിരുന്നു. അത് 11 ലക്ഷത്തിന് പൊന്നാണി എന്നൊരു വ്യക്തി വന്ന് ചോദിച്ചായിരുന്നു. അതും കൊടുത്തു മാറ്റി. അങ്ങനെ 33 ലക്ഷം കൈ കിട്ടിയായിരുന്നു. 28 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ളതിന് ആരും തന്നെ ഫോൺ വിളിക്ക് എന്നോട് ചോദിക്കാൻ ഇടവരുത്താതെ ദൈവകരങ്ങളിൽ കൈകൂപ്പി അവർക്ക് ചെയ്ത നന്ദിക്ക് ഞാൻ കൈകൂപ്പി ആ പൈസ മുഴുവനും അവർക്ക് തിരികെ കൊടുത്തു. പിന്നെ ഞാൻ ജോലിയും വേലയും ഇല്ലാതെ നിന്ന് തകർന്നു നിൽക്കുമ്പോൾ നീ സങ്കടപ്പെടേണ്ട, നന്മയല്ലേ ചെയ്തത്, ദൈവം ഒരിക്കലും തന്നെ കൈവിടിയല്ല, നീ വീണ്ടും വിദേശത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വിദേശത്തോട്ട് പോയി, ലിബിയ വരെ പോയി. എന്തോ എൻ്റെ മോശം കാലങ്ങൾ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റും, ഒരു ശമ്പളം വൈക്കും തിരികെ വരും. ദുബായി ചെന്നാലും ഒരു ശമ്പളം വൈക്കും തിരികെ വരും. ഖത്തറിലേക്ക് 3 വട്ടം പോയി, ഒരു ശമ്പളം വൈക്കും തിരികെ വരും. ഒമാനിൽ പോയി തിരികെ വന്ന്, വീണ്ടും സൗദിയിൽ പോയി, വീണ്ടും തിരികെ വന്ന്, അങ്ങനെ 8 രാജ്യങ്ങൾ പോയി ഞാൻ തിരികെ വരുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ എല്ലാ രാജ്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചതും അവിടെ നിന്ന് ജോലി ചെയ്യുവാനും എല്ലാവരോടും നല്ല സ്നേഹത്തോട് ഇടപെടുവാനും എല്ലാ രാജ്യങ്ങളിലും ഞാൻ മത്സ്യത്തൊഴിലാളി ആയിരുന്നു. മത്സ്യത്തൊഴിലാളിക്ക് തന്നെയാണ് ഞാൻ പോയതും. അവിടെയുള്ള എല്ലാവരുടെ ഭാഷകൾ എനിക്ക് നല്ലവണ്ണം അറിയും. 7 ഭാഷ അറിയും. അവിടുത്തെ അറബികളോട് എല്ലാ കാര്യങ്ങളും മത്സ്യത്തൊഴിലാളിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുവാനും അവിടെ തർത്തിപ്പ് ചെയ്യുവാനും എല്ലാ കഴിവും ദൈവം എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യവും സാധിച്ചു. എൻ്റെ വള്ളം ആങ്കറിൽ കിടക്കുമ്പോൾ ശരിക്കും ശക്തമായ കടലിൻ്റെ തിരമാലയായിരുന്നു. ആ സമയത്ത് എൻ്റെ വള്ളത്തിലുണ്ടായവരെല്ലാം ഈ തിരമാലയിൽ കൂടി വള്ളം ഓടിയാൽ ഞങ്ങളെല്ലാം ചത്തുപോകും, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഓടിക്കളഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലോടി ഞാനാണ് ഈ വള്ളം ഓടിക്കുന്നത്. എനിക്ക് ഓടിക്കാൻ അറിയാവുന്നതുള്ളത് കൊണ്ട് എൻ്റെ കൂടെ എൻ്റെ 3 സഹോദരന്മാരുണ്ടായിരുന്നു. ചത്താൽ ഒന്നിച്ച് ചാകാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടൊപ്പം ഈ 4 പേരും കൂടി ഞങ്ങൾ വള്ളവും കൊണ്ട് ആലപ്പുഴ വരെ ഓടിച്ചെന്നപ്പോൾ ശരിക്കും ശക്തമായ തിരമാലകളായിരുന്നു. അങ്ങനെ കടലിന് തീരത്ത് ഇഷ്ടംപോലെ ജനങ്ങൾ കൂടി നിൽക്കുകയായിരുന്നു. ദൈവമേ, ഈ കടലും ഈ മറികടന്ന് പോകാൻ പോകുന്നുണ്ടല്ലോ, എങ്ങനെയാണല്ലോ ദൈവമേ എന്നും പറഞ്ഞ് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് കടലിൽ തിരിച്ച്
ആലപ്പുഴയോട്ട് വടക്കോട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ നേരെ തിരികെ കടലിലോട്ട് തന്നെ വള്ളം തിരിച്ചു വിട്ടപ്പോൾ ആകാശം തൊട്ട് വള്ളം കയറി അങ്ങോട്ട് ഒത്തോന്ന് തീർച്ചയായിട്ടും വീണപ്പോൾ ഈ സൗണ്ട് കരയ്ക്ക് നിന്നവർക്ക് ഭയങ്കരമായ സൗണ്ട്. അവർ സകല ജനങ്ങളും മാതാവേ ഈ വള്ളം രക്ഷപ്പെടുത്തണേ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച രണ്ടാമത്തെ തിരമാലയ്ക്ക് വീണ്ടും കയറി വീണ് ആ 2 തിരമാലയ്ക്കും ഞാനും എൻ്റെ പിതാവേ എന്നെ രക്ഷപ്പെടുത്തണേ, എൻ്റെ പിതാവേ എന്നെ രക്ഷപ്പെടുത്തണേ, അങ്ങനെയാണ് എൻ്റെ എല്ലാമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും 3ാമത്തെ തിരമാല എടുത്ത് വെച്ച് കൊടുത്ത് വീണ്ടും അവിടെ എൻ്റെ പിതാവേ എൻ്റെ പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി അമ്മേ എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞ് 3ാമത്തെ തിരമാലയും കഴിഞ്ഞിട്ട് 4ാമത്തെ തിരമാലയ്ക്ക് ഓടി ചെന്നപ്പോൾ തിരമാല കുറച്ച് ശകലം ശാന്തതയായി. എനിക്ക് ദൈവം വലിയൊരു അത്ഭുതമാണ് എനിക്ക് ആ തരുണത്തിലേക്ക് കാണിച്ചു തന്നത്. ദൈവമക്കൾ ജനങ്ങളെല്ലാവരും പറഞ്ഞു നീ ദൈവത്തിൻ്റെ മൈതലിയാണ്, നീ ദൈവത്തിൻ്റെ പൈതലി ആയതുകൊണ്ടാണ് നിനക്ക് ഒരു പോറൽ പോലും അല്ലാതെ നിന്നെ അക്കരെ കടത്തി കൊണ്ടുപോയെന്നുള്ളത് സർവ്വജനങ്ങളും എന്നോട് പറയുവാനും എന്നെ സന്തോഷിപ്പിക്കുവാനും ആ കൃപ ഉണ്ടായതിന് ദൈവത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാൽ പോലും എനിക്ക് മതിയാകുകയില്ല. അതായത് ഞാൻ എവിടെയെല്ലാം ഞാൻ പതറിപ്പോയി നിൽക്കുമോ അവിടെ ദൈവത്തിൻ്റെ ഒരു ദൂതൻ എൻ്റെ അരികിൽ വരും. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവവും എന്തെങ്കിലും മർദ്ദനിക്കാൻ വന്നാൽ അവിടെ എൻ്റെ തൊട്ടടുത്ത് ആരെങ്കിലും ദൂതനായിട്ട് ഒരാളെ കൊണ്ട് എൻ്റെ ദൈവം കർത്താവ് എൻ്റെ അടുത്തുണ്ടാവും. ആ പ്രശ്നം അതല്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ വിടുവിച്ച് ദൈവത്തിൻ്റെ ഒരേ കാര്യങ്ങളും എനിക്ക് എത്ര പറഞ്ഞ് തീർക്കാനും മതിയാകത്തില്ല. അത്രത്തോളം ദൈവത്തിൻ്റെ ഒരു തണലിലാണ് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചു പോകുന്നത്. എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ ഏതെല്ലാം ആപത്തുകളിൽ ഞാൻ നിന്നാലും, അത് വണ്ടി ഓടിക്കുമ്പോഴത്തായിരിക്കാം, എന്നാലും എന്ത് ആപത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും എൻ്റെ തൊട്ട് പുറകിൽ, എൻ്റെ തൊട്ട് അരികിലുണ്ടെന്നുള്ള ഉറപ്പിലാണ് എൻ്റെ സഞ്ചാരം, എൻ്റെ യാത്രയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു അനുഭവമാണ്. കൊല്ലത്ത് എപ്പോഴും ശരിക്ക് ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു വലിയൊരു ശക്തമായ കടലുകൾ വരാറുണ്ട്. ആഞ്ഞടിക്കുന്ന കടലായിരുന്നു. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോട്ട് ഓടിച്ച് ഞങ്ങൾ കൊല്ലത്തോട്ട് കയറാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവിടെ 7 ബോട്ടും 21 ആൾ മരിച്ചതായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ഓടി വരികയാണ്. ഞങ്ങൾ ഓടി വരുന്ന സമയത്ത് ആൾക്കാരെല്ലാം ചത്ത് ഒഴുകി പോവുകയാണ്, ബോട്ടുകളെല്ലാം മുങ്ങി പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവേ ഞങ്ങളെ എല്ലാവരും മുക്കിക്കളയരുത്, അങ്ങൻ്റെ കാവൽ എനിക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ കൊല്ലത്തിലുള്ള സ്രാങ്കായിരുന്നു. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. പക്ഷെ തിരമാല 3 തിരമാല വന്നപ്പോഴും മുറുക്കെ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവം, ശക്തനായ ദൈവം ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു പോറലില്ലാതെ ഞങ്ങളുടെ ബോട്ട് അഴിക്കകത്ത് കയറുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഞങ്ങൾ കരക്കൊന്ന് അടുപ്പിച്ചപ്പോൾ അതിനിടയ്ക്ക് എല്ലാവരും പറഞ്ഞ് 21 ആൾ മുങ്ങിപ്പോയി, 7 ബോട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം തുടിച്ച് ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ ദൈവം ഞങ്ങളെ കൂടെ നിന്ന് കാവലായിരുന്നു, ഞങ്ങൾക്കൊരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങളെ കരയിൽ എത്തിച്ചല്ലോ എൻ്റെ പിതാവേ, കോടി നന്ദി പോലെ സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ദൈവത്തിൻ്റെ ഇടപെടലില്ലെങ്കിൽ അന്ന് ഞാനിപ്പം ഈ ഇതിൻ്റെ അകത്തിരുന്ന് ഞാൻ ഈ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റാതെ വന്നേനാം. പക്ഷെ അന്ന് തന്നെ ദൈവം എന്നെ എടുത്തു കളഞ്ഞേനാം. പക്ഷേ ഞാനല്ല മാത്രമല്ല പോകുന്നത്, പക്ഷേ എൻ്റെ കൂടെ ഉള്ള 6 പേരും മരിച്ചു പോയേനും ആ ബോട്ട് മുങ്ങിപ്പോയേനും. പക്ഷെ അവിടെ ദൈവബദലി അത്രത്തോളം കരുതലോടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നതിനാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും അത് ആശീർവാദമെന്ന് പറയാൻ എനിക്കുള്ളത്. കടലിലുണ്ടായ ഒരു സംഭവം ഞാൻ ഒന്നുകൂടി പറയാൻ. എന്നോടൊക്കെ പറഞ്ഞ് കൊച്ചിയിൽ നിന്നുകൊണ്ട് ബോട്ട് കൊണ്ട് കൽക്കട്ടയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ റൂട്ട് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ശരി ഞാൻ പോകാം, എനിക്കറിയാം, പക്ഷേ എന്നാലും മദ്രാസിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അവിടെ വരെ ഞാൻ സുഖമായിട്ട് ഓടിച്ചെല്ലാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള റൂട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ബോട്ടുമായിട്ട് സഞ്ചരിച്ച് പോയി. അവിടെ മദ്രാസിൽ നിന്ന് പോയപ്പോൾ അവിടെ ഒരാൾ എനിക്ക് മേപ്പഴി തന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് അത് എനിക്ക് മനസ്സിന് അത്ര ശരിയായി തോന്നിയിട്ടില്ല. അങ്ങനെ എൻ്റെ ഈശോയെ, എൻ്റെ പരിശുദ്ധ അമ്മേ, ഞാനിപ്പം ഇവിടെ എങ്ങും അറിയാതെ ഞാൻ സ്ഥലത്ത് നിൽക്കുകയാണല്ലോ, എനിക്കൊരു വഴി കാണിച്ചു തരണേ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ തോണി അടുത്ത് വന്ന്
എന്നോട് ചോദിച്ച് എന്താണ് ഇവിടെ കിടക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് വിശാഖപട്ടണം പോകണം, എനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വീണ്ടും ഇവിടെ നിന്ന് 2 മണിക്കൂർ നേരെ പടിഞ്ഞാറോട്ട് ഓടിപ്പോകണം, എന്നാൽ മാത്രമേ അവിടെ ഒരു കരയെത്തും. ആ കരയിൽ നിന്ന് കണ്ടിട്ട് വീണ്ടും തെക്കോട്ട് ഓടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിശാഖപട്ടണം നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ ആ സഹോദരൻ. എന്നിട്ട് അവൻ പറഞ്ഞ നിര നോക്കി ഞാൻ അവിടെ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ 2 മണിക്കൂർ വീണ്ടും അങ്ങോട്ട് ഓടി. ഒറ്റ പോട്ടായിരുന്നു, കൂടെ കാവലൊന്നും ആരുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ഒരു കര പിടിച്ചിട്ട് വീണ്ടും തെക്കോട്ട് അവൾ പറഞ്ഞ സ്ഥിതി പോലെ പോയപ്പോൾ എനിക്ക് വിശാഖപട്ടണം കിട്ടിയായിരുന്നു. ഞാൻ എത്തേണ്ട കൽക്കട്ട ചെന്ന് സന്തോഷകരമായിട്ട് പോട്ടെത്തിച്ച് അത് ദൈവത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും തീരെയില്ല. അതാണ് എൻ്റെ ആ ചരിത്രം. ദൈവം എൻ്റെ ഈ വിവരം പൂർത്തിയായ കാലങ്ങൾ തൊട്ട് ഒരു ഞായറാഴ്ച പോലും ഞാൻ പള്ളിയിൽ കുർബാന മുടക്കാറില്ല. സൗദി ചെന്നാലും മറ്റേ പ്രാർത്ഥനിക കാര്യങ്ങളിലൊക്കെ ഞാൻ ചെന്ന് കൂടും. അവരെന്നെ ബെന്തിക്കോസ്തിൽ ഇപ്പോൾ ആകാൻ വേണ്ടി നോക്കിയാൽ പറഞ്ഞാൽ പോലും ഞാൻ പറയും എനിക്ക് യേശുവും വേണം പരിശുദ്ധ അമ്മയും വേണം, പക്ഷേ എനിക്ക് ബെന്തിക്കോസ്തിൽ ചേരാൻ പറ്റിയില്ല. ഞാൻ ദൈവകാര്യങ്ങൾ അറിയണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ അറിഞ്ഞു പോവാണ്. പക്ഷേ എത്ര എൻ്റെ ലൈഫിൽ ഇത്രയും വയസ്സിൽ കാര്യങ്ങളിൽ എനിക്ക് ദൈവം ചെയ്ത അത്ഭുതം അതിൽ എണ്ണിപ്പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നിമിഷം വരെ നിങ്ങളുടെ കൂടെയിൽ ഒരു കൂട്ടായ്മയായിട്ട് ഞാൻ മാറി വരണമെന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്താൽ അസാധ്യമായ ലോകത്ത് ഒന്നുമില്ല. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മളല്ലാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് വരെ ദൈവത്തിന് തണലിലും ദൈവത്തിൻ്റെ ആശ്രയത്തിലാണ് എൻ്റെ ജീവിതം തള്ളിപ്പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ 100% എൻ്റെ ദൈവത്തിൻ്റെ ആശ്രയം ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കാണുകയില്ല. ഞാൻ അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടും ഞാൻ അത്രത്തോളം നന്മകൾ ചെയ്തതുകൊണ്ടും ദൈവം എന്നെ പോറലുപോലെ ഏൽക്കാതെ ഇന്നും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൂടി ആ കാത്ത് വഴി നടത്തുന്ന ആ ഒരു നല്ല സ്നേഹത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകുകയില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ കാരുണ്യവാന ദൈവത്തിനെ പരിശുദ്ധ അമ്മയെ കരങ്ങളിൽ ഏറ്റിക്കൊണ്ട് അവിടെ ചെന്ന് വല വിരിക്കാൻ പോകുമ്പോൾ വല വിരിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞല്ലോ, നീ വലത് വശത്ത് നീ വല വീശ്, നിനക്ക് നിറയെ മീൻ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അവർ ആ വലയിടാൻ നേരത്ത് കർത്താവേ അങ്ങ് കൽപ്പിച്ച വാക്കുകൾ കൊണ്ട് ഞങ്ങൾ വലത്തെ സൈഡ് വല വിരിക്കുകയാണ്, അങ്ങൻ്റെ കൽപ്പന കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെയാണ് അവർ ആ വലയെടുത്ത് ഇടാനും അവർക്ക് അനേകം മീൻ ദൈവകരങ്ങൾ നാമത്തിൽ കിട്ടുവാനും അവർ ആനന്ദത്തോടും സന്തോഷത്തോടും തിരികെ വരുവാനുള്ള കൃപ കർത്താവിൻ്റെ നാമത്തിലേത് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇത്ര വർഷകാലം ഞാൻ വിദേശത്ത് നിന്നപ്പോൾ ലേറ്റ് മാരേജ് ആയിരുന്നു. എൻ്റെ മകൾ 9ാം ക്ലാസ്സാണ്, എൻ്റെ മകൻ 6ാം ക്ലാസ് പഠിക്കുകയാണ്. ഞാൻ കടലിൽ പണിക്ക് പോകുമ്പോൾ എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തി ഊക്കം തന്ന് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ വൈഫ് സോണിയ അമ്മ ധൈര്യപ്പെടുത്തി വിടും, ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, ഇന്നത്തെ കാട്ടിൽ നാളെ പണി കൂടുതൽ കിട്ടും. ഞാൻ ഒരു ദിവസം പണിക്ക് പോയിട്ട് 3 ദിവസം വരെ കടലിൽ കിടക്കുകയായിരുന്നു. കോവയിൽ ചെന്നിട്ട് 3 ദിവസം കടലിൽ കിടക്കുമ്പോഴത്തെ ഞാൻ വിളിച്ച് പറയും, നീ കരുണ കന്ന് ചെല്ലണം, ഞാൻ കടലിൽ കിടക്കുകയാണ്. ഞാൻ 3 ദിവസം കടലിലാണ് കിടക്കുന്നത്. വലയിട്ട് മീൻ പിടിച്ച് അവിടെ തന്നെ സേവ് ചെയ്ത് അവിടെ തന്നെ കിടക്കുകയാണ്. നീ എല്ലാ രാത്രികളിലും 3 മണിക്ക് എണീറ്റ് കരുണ കൊന്ന് ചെല്ലണം, അപ്പോൾ നമുക്ക് ദൈവത്തിന് ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെയാണ് അവൾ 3 മണിയാകുമ്പോൾ എണീറ്റ് കരുണ കൊന്ന് ചൊല്ലി നമ്മളെ പ്രോത്സാഹിപ്പിക്കലും നമ്മളെ ഉത്സാഹപ്പെടുത്തുകയും അങ്ങനെ സന്തോഷപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. എൻ്റെ മകൾ 9ാം ക്ലാസ്സാണ്, എൻ്റെ മകൻ 6ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഒരു കുടുംബജീവിതം സാമ്പത്തികം സന്തോഷമായിട്ട് ഞങ്ങൾ സംതൃപ്തരായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ദൈവത്തെ ഒരുപാട് ആശ്രയമുണ്ടല്ലോ എനിക്ക്. എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പകർന്നു കൊടുക്കാനും ഞാൻ അങ്ങനെ വലിയൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. ഏത് നേരത്തും എൻ്റെ മൊബൈലിൽ നിന്നൊരു പാട്ട് പാടിയാൽ 10 പേര് കൂടിയിരിക്കുമ്പോഴത്തെ ആ മൊബൈലിൽ പാടുന്നത് എല്ലാം ദൈവഗീത പാട്ടുകളാണ് ഞാൻ പാടി തീർക്കുന്നത്. ഞാനും കൂടെ ഇരുന്ന് പാടും. അതാണ് എൻ്റെ തിയറി. എപ്പോഴും ദൈവം ചെയ്ത കരങ്ങളെല്ലാം കൂടി അവരുടെ ഞാൻ പങ്കുവെക്കും.
എനിക്കിതുപോലെ ദൈവം എന്നെ സഹായിച്ച് എനിക്ക് ഇത്രത്തോളം എന്നെ ചെയ്ത് എന്നെ ഇത്രത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ എന്നെ നടുവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തി ചെന്ന് എന്നും പറഞ്ഞ് അവരുടെ ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ 80% ഞാൻ ദൈവകാര്യങ്ങളാണ് എൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നല്ലാതെ എനിക്ക് യോബിൻ്റെ കംപ്ലീറ്റ് ചരിത്രവും ഞാൻ പഠിക്കും. കാരണം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഒരു ആഗ്രഹമുള്ളത്. ബൈബിൾ വചനത്തിൽ ഏറ്റവും കൂടുതൽ യോബിൻ്റെ ചരിത്രമാണ് പഠിക്കുന്നത്. അതാണ് എന്നെ കൂടെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ പറയുന്നത്, നീ യോബിൻ്റെ കണക്ക് വീണ്ടും ദൈവം കർത്താവ് നിന്നെ തിരികെ കൊണ്ടുവരും. നിന്നെ തിരികെ കൊണ്ടുവന്ന് നീ എത്ര നഷ്ടപ്പെട്ടോ അതിൽ ഏറെ 10 മടങ്ങ് നിനക്ക് കൊണ്ടുതരും. നീ അതിനെക്കുറിച്ച് ഒന്നും ആകുലതപ്പെടേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ മനസ്സിന് സമാധാനം തരുന്നതും ഞാൻ പറയുന്ന വാക്കുകൾ അവർ കേൾക്കുകയും അവർ തിരിച്ച് എനിക്ക് സമാധാനപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞാൻ എപ്പോഴും ഏത് നേരത്തും എവിടെ ചെന്നാലും ദൈവകരങ്ങളിലും ദൈവനാമത്തിനെക്കുറിച്ച് പറയാനേ എനിക്ക് സമയമുള്ളൂ. ഒരു ബസ്സിൽ കയറിയാലും 3 കുരിശ് പറഞ്ഞിട്ടേ ഞാൻ ആ ബസ്സിൽ കയറത്തുള്ളൂ. ഇരിക്കുന്ന സീറ്റിൽ 3 കുരിശ് പറഞ്ഞിട്ടേ ഞാൻ സീറ്റിൽ കയറത്തുള്ളൂ. ഞാൻ തുഴയുമ്പോഴും ദൈവത്തെ വിളിച്ചിട്ടേ ഞാൻ തുഴയുള്ളൂ. ഞാൻ ബോട്ട് ഓടിപ്പോകുമ്പോഴും എൻ്റെ പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് ഞാൻ പാട്ടുപാടി അവരോടൊക്കെ ഞാൻ ആശ്വസിപ്പിക്കും. ഞാൻ അതിനു വേണ്ടി 2 വരി ഞാൻ പാടാൻ പോവുകയാണ്, ദൈവപാട്ട്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആരംഭമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസകാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസകാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. മത്സ്യത്തൊഴിലാളിയായ ഞാൻ എൻ്റെ വിവരം പൂർത്തിയായ കാലങ്ങളെ തൊട്ട് ദൈവത്തിൻ്റെ ആശ്രയം കൊണ്ട് ഈ നിമിഷം വരെ ഞാൻ നിറഞ്ഞ് കവിഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് നിന്ന് എപ്പോഴും പാടി സ്തുതിച്ച് ദൈവത്തിൻ്റെ കരങ്ങളോട് ഞാൻ ജീവിച്ച് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.